5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. LDFന്റെ ഒരു കാൽക്കുലേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി വിശദമായ കാൽക്കുലേഷൻ വരും. ഇപ്പോഴും വന്നിരിക്കുന്ന കാൽക്കുലേഷൻ അവർ കണക്ക് കൂട്ടൽ എന്ന് പറഞ്ഞാൽ പ്രാഥമികമായി ബൂത്തുകളിൽ നിന്ന് കിട്ടുന്ന കണക്ക് വെച്ചിട്ടാണ്. അത് വെച്ചിട്ട് പറയുന്നു നിലമ്പൂർ നഗരസഭയിൽ ഒരു 1000 വോട്ട് കൂടുതൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ബാക്കി ഷൗക്കത്ത് അലി കൊണ്ടുപോകും. പിന്നെ വേറെ ഒരു പഞ്ചായത്തിൽ, പോത്തുകൽ പഞ്ചായത്തിലാണോ മറ്റൊരു പഞ്ചായത്തിലാണോ എന്ന് പറയാം, ഏതൊരു പഞ്ചായത്തിൽ 1000 വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട് LDFന്റെ. അങ്ങനെ എല്ലാം കൂടി കണക്കൂട്ടെടുക്കുമ്പോൾ 2000 വോട്ടിന് സ്വരാജ് ജയിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ അതൊരു ആ പറച്ചിലിൽ ഒരു ആത്മബലക്കുറവുണ്ട്. ആ പറയുന്നതിൽ ആ പത്രക്കുറിപ്പിന് ഒരു ചെറിയ ഒരു ബലക്കുറവുണ്ട്. കാര്യം 2000 വോട്ടെന്ന് പറഞ്ഞാൽ 1000 വോട്ട് 1001 വോട്ട് മാറിക്കഴിഞ്ഞാൽ കഥ മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു ബലത്തിൻ്റെ കുറവുണ്ട്. അങ്ങനെ വന്നാൽ നമ്മുടെ ആഗ്രാൻ ഷൗക്കത്ത് ജയിക്കുമെന്നുള്ള കാഴ്ചപ്പാടാണ് എല്ലാവരും പറഞ്ഞു വെക്കുന്നത്. ഏത് ചാനൽ എടുത്താലും, ഇപ്പോൾ ജയശങ്കറിനെ എടുത്താലും, അതുപോലെ ശ്രീജിത്ത് പണിക്കരെ എടുത്താലും, എല്ലാവരും, അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രവചനം നടത്തുന്ന, ഈ ഇലക്ഷൻ പ്രവചനം നടത്തുന്ന കുറച്ച് പേരുണ്ട്. അവരുടെ ഇപ്പോൾ ന്യൂസ് 18 ചാനലിലും പല ചാനലുകളിലും വന്നു കഴിഞ്ഞു. അവരെല്ലാം പറയുന്നത് നമ്മുടെ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമെന്നാണ്. അപ്പോൾ അങ്ങനെ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചാൽ നേരെ ഈ അസ്ത്രം പോകുന്നത് സതീശൻ ഉടൻ തന്നെ അവിടെ നിന്ന് ചലോ ചലോ കേരള എന്ന് പറഞ്ഞ് പിന്നെ പോകുന്നത് അസംബ്ലി തെരഞ്ഞെടുപ്പിന്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊന്നും മൈൻഡ് ചെയ്യത്തില്ല. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്നും കുറച്ച് CPMകാർക്കും അങ്ങനെ ഇടതുപക്ഷ മുന്നണിക്കൊക്കെ കിട്ടും. ജനകീയാസൂത്രണം, ഹരിത കേരളം ഒന്നും അവർക്ക് കിട്ടും. പണ്ടും അങ്ങനെ ഒരു ഞാനുമൊക്കെ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു ആക്ഷേപമുണ്ട്. പഞ്ചായത്ത് ഭരിക്കാനും കോപ്പറേറ്റീവ് സൊസൈറ്റി ഭരിക്കാനും സ്കൂൾ PTA ഭരിക്കാനും CPM, സ്റ്റേറ്റ് ഭരിക്കാനും രാജ്യം ഭരിക്കാനും കോൺഗ്രസ്. പിന്നെ ആ നില മാറിയിട്ടാണ് സ്റ്റേറ്റ് ഭരിക്കാനും കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ വരുന്ന സ്ഥിതിയിലേക്ക് വന്നു. ഇടതുപക്ഷ മുന്നണിയൊക്കെ വന്നപ്പോൾ അത് വന്നു കഴിഞ്ഞു. പിന്നെ രാജ്യം ഭരിക്കാൻ CPM ഇടതുപക്ഷ മുന്നണി പറഞ്ഞാലും അത് നടന്നില്ല. പിന്നെ BJP കയറി വന്നു. കളി മാറി. ഇപ്പോൾ അത് നടക്കത്തില്ല. അപ്പോൾ ഇപ്പോൾ പഞ്ചായത്ത് ഭരിക്കാൻ എപ്പോഴും കാരണം ജനങ്ങളുമായിട്ടൊക്കെ ഡയറക്റ്റായി നിൽക്കുകയും വർഗ്ഗ ബഹുജന സംഘടനകളും ഒരുപാട് സംവിധാനങ്ങളും സർവീസ് സംഘടനകളും ഒക്കെ ഒരുപാട് പരിപാടികൾ, എന്നും പരിപാടികളുള്ളത് കൊണ്ട് ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വളരെ സീരിയസ് ആയിട്ട് UDF കാണുന്നില്ല. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പാണ്. 100 സീറ്റിൽ വരുമെന്നാണ് സതീശൻ പറഞ്ഞിരിക്കുന്നത്. 100 സീറ്റിൽ വന്നാൽ സതീശൻ ഉണ്ടാവില്ല എന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പറയും. അത് വേറെ കാര്യം. അത് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ തീരുമാനം ആശാ വർക്കേഴ്സിനുള്ളതായിരിക്കും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും നിലമ്പൂരിലെ തീരുമാനം നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് ഒരു 10,000-ന് താഴെ, അല്ലെങ്കിൽ 6,000, 7,000, 10,000-നകത്ത് വോട്ടിന് ജയിച്ചാൽ, അല്ലെങ്കിൽ അത്ഭുതം സംഭവിച്ചാൽ കൂടാം, ജയിച്ചാൽ ആ വോട്ടിൻ്റെ പ്രതിഫലനം എന്നുള്ള നിലയിൽ ഷോക്കേസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. ഒരു മോഡലായി പറയാൻ പറ്റും. അടുത്തത് UDF വരുന്നു. സ്വാഭാവികമായിട്ട് LDFനകത്ത് കുറേ ആശയക്കുഴപ്പങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഘടകകക്ഷി CPI ഒന്നും അങ്ങനെ വെറുതെ ഇരിക്കത്തില്ല, ചില ബഹളമൊക്കെ ഉണ്ടാക്കും. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മാണിച്ചായൻ, നമ്മുടെ കൊച്ചുമാണി സാറ്, നമ്മുടെ ജോസ് കെ മാണി ഇപ്പുറത്തോട്ട് വരാനൊക്കെ ഒരു കാല് ഇപ്പുറത്ത് വെച്ച് നിൽക്കുന്നു. ആൾമോസ്റ്റ് 2 കാലും ഇപ്പുറത്ത് വെച്ചാണ് റോഷി അഗസ്റ്റിൻ നിൽക്കുന്നത്. അപ്പോൾ തല മാത്രമേ അപ്പുറത്തുള്ളൂ. കാലിപ്പുറത്താണ്, തൊടുപുഴയിലാണ്. തല ഇടുക്കിയിലാണ്, UDFലാണ്, അല്ല LDFലാണ്. കാല് UDFൽ വെച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് സമയത്തും റോഷി അഗസ്റ്റിൻ ഇപ്പുറത്തേക്ക് വരാം. പാർട്ടി മാറുമെന്നല്ല, അവരുടെ സെറ്റോട് കൂടി തന്നെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ലീഗ് കുറച്ചുകൂടി അപ്രമാദിത്വത്തോടുകൂടി ലീഗിനൊരു ഉപമുഖ്യമന്ത്രി സ്ഥാനമൊക്കെ ചോദിക്കാവുന്ന നിലയിലേക്ക് ലീഗ് വളരെ കോൺഫിഡൻസോടുകൂടി വരുന്നുണ്ട്. അപ്പോൾ ലീഗ് വളരെ കോൺഫിഡൻസ് ആവുന്നു. കേരള കോൺഗ്രസ് അപ്പുറത്ത് ഇവിടെ വരുന്നു. 100 സീറ്റോടുകൂടി UDF അധികാരത്തിൽ വരുന്നു. ആശാ വർക്കേഴ്സിൻ്റെ സമരമൊക്കെ തീർക്കുന്നു. കേൾക്കാൻ നല്ല സുഖമാണ്. പക്ഷേ എങ്കിൽ പോലും ഇതും സംഭവിക്കാം. കേരളമാണ് സ്ഥലം, രാഷ്ട്രീയമാണ് ഇടം. ഇവിടെ 1977 സ്വാതന്ത്ര്യ അടിയന്തരാവസ്ഥ നടന്നപ്പോൾ രാജ്യം മുഴുവൻ കോൺഗ്രസ് വിരുദ്ധ തരംഗമുണ്ടായി. ജനതാ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിൽ കോൺഗ്രസ്സാണ് ജയിച്ചത്. അതാണ് രാഷ്ട്രീയം. ഇന്ത്യ മുഴുക്ക BJPക്ക് അവസരം കിട്ടിയപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടേണ്ടുന്ന വോട്ടുകൾ 2 പ്രാവശ്യമായിട്ടും പാർലമെൻറ്റിൽ കിട്ടിയത് കോൺഗ്രസ്സിനാണ്. നേരത്തെ ആലപ്പുഴയിൽ ആരിഫ് ജയിച്ചു, ബാക്കി 19 കോൺഗ്രസ് പിടിച്ചു. ഇപ്പോൾ നമ്മുടെ ആലത്തൂരിൽ രാധാകൃഷ്ണൻ ജയിച്ചു, കെ രാധാകൃഷ്ണൻ ജയിച്ചു, മുൻമന്ത്രി. ബാക്കി എല്ലാ സീറ്റും കോൺഗ്രസ് പിടിച്ചു. കാസർഗോഡ് ഉണ്ണിത്താൻ മുതൽ പാറശാല, ഇവിടെ തിരുവനന്തപുരം തരൂര് വരെയുള്ള 19 സീറ്റും കോൺഗ്രസ് പിടിച്ചു. അപ്പോൾ എപ്പോഴും തലതിരിഞ്ഞ രീതിയിൽ, തലതിരിഞ്ഞെന്ന് പറഞ്ഞാൽ മോശം അർത്ഥത്തിലല്ല, തിരിഞ്ഞ രീതിയിൽ ചിന്തിക്കുകയും മാറി ചിന്തിക്കുകയും വ്യത്യസ്തമായി ചിന്തിക്കുകയും ചെയ്യുക എന്നാണ് കേരള രാഷ്ട്രീയം. അതിന് അപവാദമുണ്ടായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന് ഒരു 2ാം ചാൻസ് കൊടുത്തുകൊണ്ടുള്ള, അത് കിറ്റുണ്ട്, പിന്നെ കോവിഡ് ഉണ്ട്, പിന്നെ പ്രളയമുണ്ട്, പല ഘടകങ്ങളുണ്ട്. പിന്നെ വലിയ ആൻറ്റി ഇൻകംബൻസ് ഒന്നും കുറവായിരുന്നു. അഴിമതിയെക്കുറിച്ചൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് അത് 2ാം ടേമിൽ നമ്മളെ കാരണഭൂതൻ കയറിപ്പറ്റിയെങ്കിലും 3ാം ടേമിൽ ലെജൻഡറി മാൻ കയറാനുള്ള സാധ്യതയില്ല. അവിടെ അതിനെ നിശ്ചയിക്കുന്നത് നമ്മുടെ നിലമ്പൂരായിരിക്കും. നിലമ്പൂർ തീർച്ചയായിട്ടും ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമെന്നതാണ് ഇപ്പോഴത്തെ കാൽക്കുലേഷൻ. അത് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചാൽ അതിനനുസരിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിനനുസരിച്ചുള്ള എണ്ണം കോൺഗ്രസിനും UDFനും കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടി ആയിരിക്കുമല്ലോ NK പ്രേമചന്ദ്രൻ പാർലമെൻറ്റിൽ നിന്ന് താഴേക്ക് വന്ന്
ഇവിടെ കൊല്ലം പാർലമെൻറ്റിൽ നിന്ന് രാജിവെച്ച് ഇവിടെ അസംബ്ലിയിലേക്ക് മത്സരിക്കുമോ ഒരു അകത്തള വർത്തമാനം ചവറ ഭാഗത്തൊക്കെ ഉണ്ട്. അത് ഷിബു ബേബി ജോണും അതിൽ അസ്വസ്ഥനാണ്. അവിടെയും ചില അടുക്കള വർത്തമാനവും അരമന രഹസ്യമൊക്കെ നടക്കുന്നുണ്ട്. UDF വന്നാൽ ഷിബു ബേബി ജോണിന് മന്ത്രിയാകേണ്ടതുണ്ട്. അദ്ദേഹം മന്ത്രിയാകാൻ നിൽക്കുന്ന ആളാണ്. NK പ്രേമചന്ദ്രന് കേരളത്തിൽ ഇനി തുടരണം, മന്ത്രിയാകണമെന്നുള്ള അങ്ങനെയുള്ള ചില അകത്തള ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും ഉടുപ്പും ഷർട്ടും ഒക്കെ അടിച്ച് വളരെ ഗൗരവമായി നിൽക്കുകയാണ്. നമുക്ക് നോക്കാം ആര്യയുടെ ഷൗക്കത്ത് ജയിച്ചാൽ UDF 100% ഉറപ്പ്.